Hi everyone. So I've been getting a lot of messages and calls. CJP സമരത്തിനെ അനുകൂലിച്ചുകൊണ്ട് പേർളി മാണി ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അത് നിലപാടില്ലാത്ത പോസ്റ്റാണെന്ന തരത്തിൽ വലിയ അധിക്ഷേപമുണ്ടായിരുന്നു. പേർളി മാണി എക്സ്പോസ്ഡ് CJP അനുകൂല പ്രതികൂല പോസ്റ്റ് ചർച്ചയാവുന്നു. സോഷ്യൽ മീഡിയയിൽ രഞ്ജിനി ഹരിദാസിന് കയ്യടി. അന്ന് രഞ്ജിനി ഹരിദാസ് പേർളിയുടെ മുഖത്ത് നോക്കി പറഞ്ഞത് ഇപ്പോൾ കാലം തെളിയിച്ചു. ഡൽഹിയിൽ നടക്കുന്ന പ്രൊട്ടസ്റ്റ് അതാണല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ്. നിരവധി സെലിബ്രിറ്റികളാണ് സ്വന്തം നിലപാട് തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയത്. അങ്ങനെ നിലപാട് പറഞ്ഞ് പുലിവാല് പിടിച്ച് പേർളി മാണിയുടെ പോസ്റ്റ് അതൊന്നും ചുമ്മാ പറഞ്ഞതായിരുന്നില്ല. ഇങ്ങനെ ഒരു കേസ് ഇടുത്തി പോലെ തലേ വന്ന് വീഴുന്ന ആരെങ്കിലും വിചാരിച്ചു? ഞാൻ പേർളി മാണി, എൻ്റെ ഇഷ്ടനിറം കാവി, എനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. പ്രക്ഷോഭങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചതിനോടൊപ്പം സമരങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ പിന്മാറണമെന്നും ജീവനാണ് പ്രധാനമെന്നും വ്യക്തമാക്കി പേർളി പങ്കുവച്ച ദീർഘമായ കുറിപ്പാണ് ഒരു വിഭാഗം ആളുകളെ പ്രകോപിപ്പിച്ചത്. മനസ്സിലാക്കി കളഞ്ഞല്ല. ചുരുക്കി പറഞ്ഞാൽ രണ്ട് തോണിയിൽ കാലിടുക. ചിലരാകട്ടെ പേർളിയെ സംഗിണിയായി പ്രഖ്യാപിച്ചു. എന്നാൽ മറുവശത്ത് സ്വന്തം നിലപാട് വ്യക്തമാക്കി സമരക്കാരോടൊപ്പം രഞ്ജിനി ഹരിദാസ് സംസാരിക്കുന്ന വീഡിയോ വൈറലാകുന്നുണ്ട്. അത് കണ്ടപ്പോ എനിക്ക് സഹിച്ചില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ഓൺലൈൻ പോരാട്ടം പോരാ, നമുക്കൊന്ന് കളത്തിലിറങ്ങി നോക്കാം. ഞാൻ അങ്ങനെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യത്തിലൊക്കെ ഞാൻ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ പോയിട്ടുണ്ട്. പക്ഷേ മലയാളത്തിലെ രണ്ട് പേരുകേട്ട അവതാരികന്മാരായിരുന്നു പേർളിയും രഞ്ജിനിയും. പക്ഷേ ഫാൻസ് കൂടുതൽ പേർളിക്കാണ്. എന്നാൽ അതേ ഫാൻസ് ഇപ്പോൾ രഞ്ജിനി ഹരിദാസാണ് യഥാർത്ഥ ഹീറോ എന്ന് പറയുന്നു. ഇനി നിങ്ങൾ പറയൂ, ഈ സംഭവത്തിനോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? കമൻറ്റുകളായി രേഖപ്പെടുത്തുക.